നമസ്കാരം. പാലക്കാട് രാഷ്ട്രീയത്തിൽ ഒരു സർപ്രൈസ് കണ്ടു വന്നിരിക്കുകയാണ്. സിനിമാ ലോകത്ത് നിന്ന് അറിയപ്പെടുന്നൊരു മുഖം രമേശ് പിഷാരടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നെന്നൊരു വാർത്ത വന്നുവെന്ന്. ഇത് വെറുമൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാത്രമല്ല, ഇത് ഗ്രൗണ്ടിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകരുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ചോദ്യവും കൂടിയാണ്. ആരാണ് ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നവർ? ആരാണ് പാർട്ടി പ്രവർത്തകൻ? വർഷങ്ങളായി പോസ്റ്റർ ഒട്ടിച്ചവനാണ് അവൻ. മഴയിലും ചൂടിലും കാൽനടയായി ക്യാമ്പയിൻ നടത്തിയവനാണ്. ജയവും തോൽവിയും കണ്ടവനാണ്. കേസുകളും മടിയുമേറ്റവനാണ്. അവൻ കാത്തിരുന്ന ദിവസം എന്താണ്? തനിക്കൊരു അവസരം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. പക്ഷേ തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരു സെലിബ്രിറ്റിയുടെ എൻട്രി വന്നാൽ അവൻ മനസ്സിൽ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളുണ്ട്. ഞാൻ ഇത്രയും നാൾ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പാർട്ടിക്ക് എൻ്റെ മേലിൽ വിശ്വാസമില്ലേ? ഇത് പാർട്ടി പ്രവർത്തകരുടെ മൊറയിൽ തകർക്കും. എന്തിനു വേണ്ടിയിട്ടാണ് സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്? ഒന്ന്, അവരുടെ ജനപ്രീതിയാണ്. അവർക്ക് ഓൾറെഡി ഒരു ഫേസ് വാല്യൂ ഉണ്ട്. വേഗത്തിൽ പാർട്ടിക്ക് വോട്ടുകൾ നേടാം. പാർട്ടിക്ക് ഒരു ഫസ്റ്റ് ഇമ്പാക്റ്റ് കിട്ടും. പക്ഷെ ജനപ്രീതി ഭരണക്ഷമതയാവുമോ? നമ്മൾ നീതിപൂർവ്വം ഒന്ന് നോക്കണം. സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിൽ വന്നുകൊണ്ട് രാജ്യത്തിന് നന്മ ചെയ്ത ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. അവർ ജനങ്ങൾക്കൊപ്പവും നിന്നിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയം ഒരു പ്രചാരണം മാത്രമല്ല, അത് ഗ്രൗണ്ടിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവും അനുഭവവും കൂടിയാണ്. പാലക്കാട് പോലൊരു മണ്ഡലമാണ്. കർഷകർ, തൊഴിലാളികൾ, യുവാക്കൾ, തൊഴിലില്ലായ്മ, വികസന പ്രശ്നങ്ങൾ. ഇത് റിയാലിറ്റി ഷോ അല്ലല്ലോ, റിയൽ ലൈഫല്ലേ. ഈ പാർട്ടി പ്രവർത്തകരുടെ ഹൃദയത്തിൽ എന്ത് നടക്കുമെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു പ്രവർത്തകൻ വർഷങ്ങളായി കാത്തിരുന്നു. അവൻ്റെ കുടുംബത്തോട് പറഞ്ഞിരിക്കും, ഒരു ദിവസം എനിക്ക് അവസരം വരും. പക്ഷേ അവസാന നിമിഷം ഒരു സെലിബ്രിറ്റി എൻട്രി. അവൻ പുറത്തേക്ക് ചിരിക്കും, പക്ഷെ ഉള്ളിൽ പൊട്ടി തകരും. ഇന്നൊരു പാർട്ടിയുടെ അടിത്തറ ദുർബലമാവാനുള്ള കാരണവും ഇതൊക്കെ തന്നെയാണ്. പാർട്ടി വെറും നേതാക്കൾ മാത്രമല്ല നിലനിർത്തുന്നത്, അത് പ്രവർത്തകരുടെ വിയർപ്പും കൂടിയാണ്. സെലിബ്രിറ്റികൾ വരാം, പക്ഷേ പാർട്ടിയുടെ ആത്മാവ് അത് പ്രവർത്തകരാണ്. അവരുടെ ആത്മവിശ്വാസം തകർത്തുന്ന രാഷ്ട്രീയം ദീർഘകാലം നിലനിൽക്കില്ല. പാലക്കാട് തീരുമാനിക്കേണ്ടത് മുഖം നോക്കി വോട്ട് ചെയ്യണോ അല്ലെങ്കിൽ പ്രവർത്തനം നോക്കി ചെയ്യണോ എന്നുള്ളതാണ്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? സിനിമാ പ്രവർത്തകർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് നല്ലതാണോ? പാർട്ടി പ്രവർത്തകർ മുറയിൽ ബാധിക്കുമോ? കമൻറ്റിൽ പറയൂ, ഷെയർ ചെയ്യൂ. ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കാം. താങ്ക് യു.